ഓക്കെ, ഇതാ നമ്മൾ വിട്ടേ. എങ്ങനെ അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ നല്ലൊരു സ്നാക്സിൽ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/2 ടേബിൾ സ്പൂണോളം ഒറിഗാനോ, 1/2 ടേബിൾ സ്പൂണ് ചില്ലി പൗഡർ, 1/2 ടേബിൾ സ്പൂണ് ചില്ലി ഫ്ലേക്സ്, പിന്നെ ഒരു 1/2 ടീസ്പൂണോളം നമ്മുടെ ഗരം മസാല ഉണ്ടല്ലോ അത്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. അതിനുശേഷം ഒരു 200 ഗ്രാം ചിക്കൻ എന്താ പറയുക അങ്ങനെ ചെറിയ ചെറിയ ബൈറ്റ് പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം തൈര്, കട്ട തൈരാണ് കേട്ടോ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അത് അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം വിനീഗർ ഇല്ലെങ്കിൽ നമുക്ക് ലെമൺ ജ്യൂസും ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ അതാ നമ്മൾ ഈ മാറ്റി വെച്ചിട്ടുള്ള ഈ പൊടികളൊക്കെ ഇതിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 30 മിനിറ്റ് മാറ്റി വെക്കുക. 30 to 40 മിനിറ്റ്. അതിന് ശേഷം ഇതാ ഒരു ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുള്ളത്. ഇതൊന്ന് നന്നായിട്ടൊന്ന് എന്താ പറയുക എണ്ണ ഒന്ന് ഇതായി വരുമ്പോഴത്തേനും ഈ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് ആദ്യം ഒന്ന് നന്നായിട്ടൊന്ന് പൊരിഞ്ഞ് കിട്ടണം. അടച്ചു വെക്കരുത് ഈ ഒരു ടൈമിൽ. നന്നായിട്ടൊന്ന് പൊരിഞ്ഞതിന് ശേഷം മാത്രം ഉള്ളു വേവാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഒരു 5 മിനിറ്റിൻ്റെ പരിപാടിയുള്ളൂ കേട്ടോ. അപ്പത്തിന് നമുക്ക് ഈ ഒരു സാധനം നല്ല എന്താ പറയുക മുരിഞ്ഞിട്ട് നന്നായിട്ട് വെന്ത് കിട്ടും. ദാ ഈ ഒരു സാധനം ഉണ്ടാക്കുന്ന ഒരു ടൈം മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്കിതിന് വേണ്ടത്. എന്താ പറയുക അടിപൊളി ടേസ്റ്റുള്ള ഒരു സ്നാക്സാണ്. നമുക്കിപ്പോൾ ഈ ഒരു നോമ്പിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു എന്താ പറയുക ഫില്ലിംഗ് ആയിട്ടുള്ളൊരു സ്നാക്സാണ് കേട്ടോ. കുറച്ച് പണിയേ ഉള്ളൂ, എന്നാൽ അത്യാവശ്യം നന്നായിട്ട് വയറ് ഫില്ലാവുന്ന ഒരു സ്നാക്സാണേ. പിന്നെ ഇപ്പോൾ ദാ അത്യാവശ്യം നന്നായിട്ടൊന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ദാ ഇതേപോലെ ഇത്ര പീസസ് ആക്കിയിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ ക്യാപ്സിക്കത്തിൻ്റെ ഒക്കെ ടേസ്റ്റ് ഇഷ്ടമാണ്, അതിൻ്റെ ഇടയിൽ കടിക്കുന്നത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ ഇപ്പോൾ ഉള്ളി മാത്രമേ ഇതിലിട്ട് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് ഇത് വേവൊന്നും വേണ്ട, ജസ്റ്റ് ഈ ഒരു മസാലയുടെ കൂടെ ഒന്ന് മിക്സ് ആക്കിയാൽ മതി. പിന്നെ ഇപ്പോൾ ദാ ഒരു 2 ടേബിൾ സ്പൂൺ കെച്ചപ്പും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇതിൽ എന്താ പറയുക അത്യാവശ്യം എല്ലാം വീട്ടിൽ കിട്ടുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇപ്പോൾ ഇതിൽ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒന്നും സ്കിപ്പ് ആക്കണ്ട. പിന്നെ അതാ കുറച്ച് ചില്ലി ഫ്ലേക്സും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിയിലയും നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞതും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതാ ഈ ഒരു സംഭവം ഇതിൻ്റെ മെയിൻ ഒരു സാധനമാണ് മൊസറല്ലയുടെ ചീസ്. ഇത് എത്രമാത്രം ഇടാൻ പറ്റുമോ അത്രയും മാത്രം ഇടുക. നമ്മൾ ഇതിൽ സ്ലൈസ്ഡ് ചീസൊന്നും ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു മിനിറ്റോളം ഇങ്ങനെ ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊസറല്ലയൊക്കെ നന്നായിട്ട് മെൽറ്റായി കിട്ടും കേട്ടോ. ഇത് അത്രയേ ഉള്ളൂ പരിപാടി. ഇതിന് ശേഷം നമുക്ക് വേറൊരു ചട്ടി വെച്ചിട്ട് കുറച്ച് ബട്ടർ, ഇത് നമുക്ക് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. ബട്ടർ മെൽറ്റായതിന് ശേഷം കുറച്ച് കോറിയൻഡർ ലീവ്സ് ഇട്ട് കൊടുക്കുക. പിന്നെ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞ് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതാ ഞാൻ ബണ്ണിലാണ് ചെയ്തിരുന്നത്. ഒരു ബർഗർ ടൈപ്പാണ് കേട്ടോ. അപ്പോൾ അത് ബണ്ണ് ഞാൻ ഈ ഒരു ബട്ടറിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നൊന്ന് മൊരിഞ്ഞെടുത്താൽ മതി, കരിയണ്ട. ഈ ബട്ടർ ബണ്ണിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഉണ്ടല്ലോ ഈ കോറിയൻഡർ ലീവ്സ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. പിന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് അത് സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം കുട്ടികൾക്ക് ചിലപ്പോൾ അതിൻ്റെ ടേസ്റ്റ് പറ്റിയെന്ന് വരില്ല. ഇത് അത്രയേ ഉള്ളൂ. അതിന് ശേഷം ഞാനിത് മാറ്റുന്നുണ്ട്. അത്യാവശ്യം നന്നായിട്ട് മൊരിഞ്ഞിരുന്നു കേട്ടോ ബണ്ണ്. അതിന് ശേഷം ഞാൻ ഒരു കുറച്ച് മയണൈസ് അതിൽ സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ കയ്യിൽ ഇഷ്ടമുള്ള അതായത് പെരി പെരി മയണൈസൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിക്കാരം. അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ഫില്ലിങ് കണ്ടോ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അത് ഞാനിപ്പോൾ ഇതിൽ 2 ലെയറാണ് കേട്ടോ ഒരു ബർഗറിൽ വെച്ച് കൊടുക്കുന്നത്. മൊത്തത്തിൽ 4 ബർഗർ കിട്ടും ഓരോ ലെയറായിട്ട് വെച്ച് കൊടുത്താൽ. ഞാൻ ഇപ്പോൾ ഇതിൽ 2 എണ്ണം വെച്ച് കൊടുത്തുകൊണ്ട് എനിക്ക് 3 എണ്ണം കേട്ടോ കിട്ടിയിട്ടുള്ളൂ. നല്ല ടേസ്റ്റുള്ള നല്ല ഫില്ലിംഗ് ആയിട്ടുള്ളൊരു സാധനമാണ്. പിന്നെ ഞാൻ കുറച്ച് കെച്ചപ്പ് ഇത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. കുറച്ച് ഒരു സാഷെ കെച്ചപ്പ് ഞാൻ അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. പെട്ടെന്നൊക്കെ നമുക്കൊരു ബർഗർ കഴിക്കണമെന്ന് തോന്നുന്ന സമയത്ത് കുട്ടികളൊക്കെ പറയുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ബർഗറാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റാണ്. റമദാനിക്കാണെങ്കിലും എപ്പോഴാണെങ്കിലും ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ബർഗർ റെസിപ്പിയാണ്. പിന്നെ ഞാൻ ഹോണസ്റ്റ് റിവ്യൂ ഞാൻ ഇവിടെ പറയുന്നുണ്ട് ഒരാളെയും കൊണ്ട്. ആള് പെയിൻറ് ചെയ്തും കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ആളെ വിളിച്ച് വരുത്തിയിട്ട് ഞാൻ ചോദിച്ചതാണ് എങ്ങനെ ഉണ്ടെന്ന്. ഇവനിക്കിത് എന്തായാലും നന്നായിട്ട് ഇഷ്ടമായി. ഇവനിക്ക് ചീസി ടൈപ്പ് സാധനങ്ങളൊക്കെ അധികം ഇഷ്ടമുള്ള ഒരാൾ തന്നെ കേട്ടോ. പക്ഷെ ഒരു ബർഗറൊന്നും കംപ്ലീറ്റ് ആയിട്ട് ഒരിക്കലും കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇതൊന്ന് കംപ്ലീറ്റ് ഇരുന്ന് കഴിച്ചായിരുന്നു കേട്ടോ. ആകെ ഞാൻ 3 എണ്ണേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അവനക്കത് തികയാതെ വന്നു. നല്ല രസമുണ്ട്, ഇനിയും ഉണ്ടാക്കി തരണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ ആൾ പോയത് കേട്ടോ. അത് മുഴുവൻ ഇരുന്ന് കഴിച്ചിരുന്നു ആള്. അപ്പോൾ ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക്സ് പറയുക. എന്തായാലും കുട്ടികൾക്കും മക്കൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടാവും കേട്ടോ. കുട്ടികൾക്ക് എന്നല്ല എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടാവും. ബർഗർ ഇഷ്ടമില്ലാത്ത എൻ്റെ ഹസ്ബൻഡ് അടക്കം നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക്സ് എന്തായാലും പറയണം കേട്ടോ.
ഈ ഒരു റമദാനിക്ക് നല്ലൊരു സ്നാക്സ് ആയിട്ട് നമുക്ക് ഒരു നല്ലൊരു ഇഫ്താർ സ്നാക്സ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അതിന് ശേഷം ഇന്ന് ഫ്രൈഡേ ആയിരുന്നു. അപ്പോൾ മന്തി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിരുന്നു. എന്താ പറയുക, നിങ്ങൾ ഇങ്ങനെയാണോ മന്തി ഉണ്ടാക്കാറ്? ഞാൻ എന്താ ഇങ്ങനെയാണ് കേട്ടോ മന്തി ഉണ്ടാക്കാറ്. ഒരുപാട് മസാലകൾ ഇട്ടിട്ടൊന്നും ഞാൻ ഒരിക്കലും മന്തി ഉണ്ടാക്കിയിട്ടില്ല. ദാ ഈ ഒരു കുറച്ച് ചേരുവകൾ മാത്രം നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളി മന്തി വീട്ടിൽ തന്നെ തയ്യാറാക്കാം കേട്ടോ. ഇനി മെയിനായിട്ട് വേണ്ടത് ഇതാ നമ്മുടെ ക്യുമിൻ സീഡ് ഉണ്ടല്ലോ, ചെറിയ ജീരകം, അത് നന്നായിട്ടൊന്ന് വറുത്ത് പൊടിക്കുക. ഈ ഒരു സംഭവം മാത്രമാണ് കേട്ടോ ഞാൻ ഈ ഒരു മന്തിയിൽ ചേർക്കാറുള്ളൂ പൊടികളായിട്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇതാ പൊടിഞ്ഞ് കിട്ടാത്തതുകൊണ്ട് മാത്രം 1 ടേബിൾ സ്പൂണോളം കുരുമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതാ ഈ ഒരു എന്താ പറയുക, 2 ടേബിൾ സ്പൂണോളം പൊടി മാത്രമാണ് ഞാൻ അതിൽ ചേർക്കാറുള്ളത്. പിന്നെ ഒരു 4 മാഗി ക്യൂബ് എടുത്തിട്ടുണ്ട്. അതിൽ എണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ മൊത്തത്തിലിട്ട് മിക്സ് ആക്കുന്നതിനേക്കാൾ നല്ലത് അങ്ങനെ എണ്ണയിൽ ആദ്യം മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഇടുന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ ഏത് പാത്രത്തിലാണോ മന്തി വെക്കുന്നത് ആ പാത്രത്തിലേക്ക് ചിക്കൻ ഇട്ടിട്ട് അതിന് ശേഷം ബാക്കി പൊടികൾ ഇട്ട് കൊടുക്കുക. പൊടികളുടെ കൂട്ടത്തിൽ ഞാൻ ഒരു 5-6 ഏലക്കായും ഗ്രാമ്പൂ അതേപോലെ ഒരു പീസ് പട്ട ഇതും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസിലുള്ള ഉള്ളിയും പിന്നെ ഒരു വലിയൊരു ക്യാപ്സിക്കവും കേട്ടോ ഞാൻ എടുത്തിട്ടുള്ള. ക്യാപ്സിക്കം ഒന്നും കൂടി ചെറുതാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. പിന്നെ നമ്മുടെ മാഗി ക്യൂബും എണ്ണയും തമ്മിലുള്ള മിക്സ് കുറച്ച് മാത്രം ബാക്കി വെച്ചിട്ട് ബാക്കി മുഴുവനും ഞാനിതിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കെച്ചപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ കെച്ചപ്പിനേക്കാൾ നല്ലത് ഒരു തക്കാളി നന്നായിട്ട് എന്താ മിക്സിയിലിട്ട് അടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നതായിരിക്കും കേട്ടോ ഏറ്റവും ബെസ്റ്റ്. പിന്നെ അതാ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട്. ഗ്രാമ്പൂ, ഏലക്ക, പട്ട, പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ അതാ ഒരു നമ്മളെ ഡ്രൈഡ് ലെമൺ ഉണ്ടല്ലോ അതൊന്ന് കുത്തിയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ മൊത്തം വെള്ളത്തിലേക്ക് ഇറങ്ങുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് എന്താ ഇങ്ങനെ തിള വരുന്ന ടൈമിൽ നമ്മൾ ഊറ്റി മാറ്റി വെച്ചിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കുക. ഞാൻ സെല്ല ബസ്മതി റൈസാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അത്യാവശ്യം നല്ല വേവുണ്ട് കേട്ടോ. അതുകൊണ്ട് 1 മണിക്കൂറോളം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നേ. നോർമൽ ബസ്മതി റൈസ് ആണെന്ന് വെച്ചെങ്കിൽ അരമണിക്കൂറോളൊക്കെ ഇട്ട് വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് വെള്ളം തിളച്ച് വരുന്ന സമയത്ത് കുറേശ്ശെ കുറേശ്ശെ അരി ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അതിൻ്റെ കയ്യിൽ അരിപ്പ, അതായത് ഈ അരി അരിക്കുന്ന അരിപ്പുണ്ടല്ലോ, എന്താ പറയുക അങ്ങനെ പാത്രത്തിൻ്റെ പോലുള്ളത് അതെൻ്റെ കയ്യിലില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെയാണ് ബിരിയാണി വെക്കുമ്പോഴും മന്തി വെക്കുമ്പോഴൊക്കെ ഇട്ട് കൊടുക്കാറുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഉപ്പൊക്കെ പാകമുണ്ടോ എന്ന് നോക്കിയിട്ട്, ഉപ്പ് പാകമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഊറ്റി വെക്കുന്ന ചോറിന് ഉപ്പ് എപ്പോഴും നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ചോറിന് ഉപ്പ് പിടിച്ചിട്ടില്ലെങ്കിൽ എന്താ പറയുക ആ റൈസ് മൊത്തത്തിലൊരു ടേസ്റ്റ് ഇല്ലാതെ കൂട്ടാം. അപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ 1.5 ടേബിൾ സ്പൂണോളം ബട്ടർ ഈ ഒരു മിക്സിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് മറന്നു പോയതാണ് കേട്ടോ. അപ്പോൾ അതും മറക്കാതെ ഇട്ട് കൊടുക്കുക. അതും നല്ലൊരു ടേസ്റ്റ് നല്ലൊരു ഫ്ലേവർ കൊടുക്കും കേട്ടോ. പിന്നെ അത് ആവശ്യത്തിന് കുരുമുളകും എന്താ പറയുക പൊടിക്കാത്ത കുരുമുളക് ഉണ്ടല്ലോ അതും അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് നേരം അത് അങ്ങനെ വെച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം അതാ ചോറ് എന്താ പകുതി മുതൽ 3/4 ഭാഗം വരെ വെന്ത ചോറാണ്. ആ ചോറ് നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കുക. അതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മാഗി ക്യൂബും എണ്ണയുടെയും മിക്സ് ഉണ്ടല്ലോ അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ മഞ്ഞപ്പൊടി കലക്കിയതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് മാത്രമാട്ടോ ഞാൻ എന്താ കളറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കളറുകളൊന്നും ഞാൻ അധികം ഫുഡിൽ ഉപയോഗിക്കാറില്ല. പിന്നെ ആവശ്യത്തിന് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താ മുളക് ഉണ്ടെന്ന് വെച്ചെങ്കിൽ അതൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇട്ട് കൊടുക്കുകയല്ല ഇങ്ങനെ കുത്തി വെക്കുക. അതിന് ശേഷം അതാ ഈ ഒരു കുക്കർ ഞാനിപ്പോൾ അടുത്ത് മേടിച്ചതാണ് കേട്ടോ. സംഭവം എനിക്ക് ആദ്യം നല്ല പേടി ഉണ്ടായിരുന്നു. അതെങ്ങനെ ഉപയോഗിക്കാമെന്നൊന്നും എനിക്ക് അറിഞ്ഞിരുന്നില്ല. പക്ഷേ ഉപയോഗിച്ചപ്പോൾ 3-4 തവണയായി ഞാൻ ഉപയോഗിക്കുന്നു. ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് കംഫർട്ടബിൾ ആയി തുടങ്ങിയിട്ടാണ്. അതിന് ശേഷം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ അടുപ്പിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ വെച്ച ആ അടുപ്പിൽ നിന്ന് മാറ്റി വെക്കണം കേട്ടോ. ഇല്ലെങ്കിൽ ആ ചൂടിലിരുന്നിട്ടുണ്ടെങ്കിൽ അടിയിൽ ചിലപ്പോൾ പിടിക്കാൻ സാധ്യത ഉണ്ട്. അപ്പം ഞാനിത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ എൻ്റെ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇത് വന്ന് തുറക്കുന്നത് കേട്ടോ. ആദ്യം ഏറെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് തുറന്ന് നോക്കിയിട്ടാ നല്ലൊരു സ്മെല്ലാണ്. എന്താ പറയുക ഒരു വല്ലാത്തൊരു സ്മെല്ല്. നമ്മൾ ഈ ജീരകം വറുത്ത് പൊടിക്കൊണ്ട് അത് വറുത്തിട്ട് തന്നെ പൊടിക്കണം കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് വറവ് ആവണേ. അതുകൊണ്ട് നല്ലൊരു സ്മെല്ലുമാണ് നല്ല ടേസ്റ്റുമാണ്. അത്യാവശ്യം നന്നായിട്ട് ഫ്ലേവർ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മൾ ഈ അറബിക് ഡിഷുകൾ ഇതേപോലത്തെ റൈസ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് മസാല ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക പെട്ടെന്ന് മട്ടിച്ചു പോകുള്ളൂ. അപ്പോൾ ഇതേപോലെ കുറച്ച് മസാല ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ. അത്യാവശ്യം നല്ല ടേസ്റ്റിൽ നന്നായിട്ട് കഴിക്കാൻ പറ്റും. അത് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടാവും ചെയ്തൊരു റൈസാണ് കേട്ടോ. ഞാൻ അധികം മന്തി ഇങ്ങനെ തന്നെ ഉണ്ടാക്കുക. ഇന്ന് ഫ്രൈഡേക്ക് ഞാൻ മാത്രമേ ഉച്ചയ്ക്ക് കഴിക്കാണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇവിടെ അങ്ങനെ തന്നെയാണ്. ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് ഇവിടെ ഉണ്ടാക്കാറില്ല. കടയിലത്തെ ആൾക്കാരുടെ കൂടെ പുറത്ത് പോയിട്ട് അങ്ങനെ ഫുഡ് കഴിക്കും. കൂട്ടത്തിൽ എനിക്കുള്ളത് മേടിച്ച് വരും ചെയ്യും കേട്ടോ. അങ്ങനെയാണ് ഇവിടുത്തെ ഫ്രൈഡേ ഉണ്ടാവാറുള്ളത്. ഇപ്പോൾ ഇപ്രാവശ്യം ഞാൻ പറഞ്ഞിരുന്നു ഞാൻ മന്തി ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്കുള്ളത് മേടിച്ച് വരണ്ടാന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവർ കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിന്നു കേട്ടോ. അപ്പം പിന്നെ എനിക്ക് അത്യാവശ്യം നന്നായിട്ട് വിശന്നിരുന്നു. അപ്പോൾ ഞാൻ വേഗം ഫുഡ് കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് മയണൈസും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഈ വീട്ടിലുണ്ടാക്കിയ മയണൈസിനോടാണ് കൂടുതൽ താല്പര്യം. പക്ഷേ ഇപ്പോൾ എനിക്ക് മാത്രമല്ലേ വേണ്ടുള്ളൂ. അപ്പോൾ പിന്നെ ഞാനത് റെഡിമെയ്ഡ് ആക്കി
അതിന്ന് കുറച്ചെടുത്തിട്ട് ഉച്ചക്കലത്തെ ഫുഡ് അങ്ങനെ കഴിച്ച് അങ്ങനെ ഉച്ചക്കലത്തെ പരിപാടി കഴിഞ്ഞ് ഇപ്പോൾ രാത്രിക്ക് ഞങ്ങളൊന്ന് ലുലു പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ റമദാൻ അനുബന്ധിച്ചിട്ട് ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ പിന്നെ കുറച്ച് സാധനങ്ങളും മേടിക്കാനുണ്ട്. ഞാൻ ഓവറായിട്ട് സാധനങ്ങൾ മേടിച്ചിട്ടില്ല കേട്ടോ. കാരണം ഞാൻ ചിലപ്പോൾ ഒന്ന് നാട്ടിലേക്ക് പോകും. അപ്പോൾ ഇവിടെ ഓവറായിട്ട് സാധനങ്ങൾ മേടിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരുന്ന സമയത്തേക്ക് ചിലപ്പോൾ നാശമായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതാ ഫസ്റ്റ് ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ. എന്താ പറയുക, പാവ് ഭാജി ഉണ്ടല്ലോ, അതായിരുന്നു ഞാൻ മേടിച്ചിരുന്നത്. എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടത്. ഞാൻ ആദ്യമായിട്ട് അത് കഴിക്കുന്നത്. പിന്നെ മെയിനായിട്ട് ലുലു പോവാൻ കാരണം ദാ ഈ ഒരു ടാബ്ലറ്റ് മേടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവൻ്റെ കൂടെയുള്ള എല്ലാവരുടെ കയ്യിലും ടാബ്ലറ്റ് ഉണ്ട്. എൻ്റെ കയ്യിൽ മാത്രമല്ല എന്ന് പരാതി പറയാൻ തുടങ്ങിയിട്ട് കുറേ കാലമായിരുന്നു. അപ്പോൾ പിന്നെ കുറേയല്ലേ പറയുന്നു, അപ്പോൾ ഒന്ന് മേടിച്ചു കൊടുക്കാമെന്ന് വെച്ചിട്ടാ. എനിക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇവൻ അവൻ്റെ ഉപ്പാനെ ചാക്കിലാക്കിയതാണ്. പിന്നെ ഇപ്പോൾ എന്താ പറയുക, കുറേ കണ്ടീഷൻസ് അപ്ലൈ ചെയ്തിട്ടാണ് ഇപ്പോൾ ഇത് മേടിച്ചു കൊടുത്തിട്ടുള്ളത്. 2 മണിക്കൂർ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. പിന്നെ ഞങ്ങൾക്കും തോന്നി അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർന്ന്. കാരണം ഞങ്ങളുടെ ഫോണിൽ ഇവൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ കുറേ അല്ലെങ്കിൽ തീരെ സ്പേഷ്യസ് അല്ല. അതായത് സ്റ്റോറേജ് ഭയങ്കര എന്താ പറയുക, സ്റ്റോറേജ് എന്നും ഫുള്ളായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ചിലതൊക്കെ ഇങ്ങനെ ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് ഇവൻ്റെ PDF എന്തെങ്കിലുമൊക്കെ ഡിലീറ്റ് ആയി പോകും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് അവൻ്റെ സാധനങ്ങൾ മാത്രം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചൊരു ടാബ്ലറ്റാണ് കേട്ടോ. ഇത് സാംസങ്ങിൻ്റെ A11 Plus എന്ന് പറഞ്ഞ ടാബ്ലറ്റാണ്. ഇതാണെങ്കിൽ ഇപ്പോൾ അത്യാവശ്യം നല്ല ഓഫറും ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എടുത്തതാണ് കേട്ടോ. പിന്നെ അതാ താഴത്ത് വന്നിട്ട് സാധനങ്ങളൊക്കെ ഫ്രീസറിലും ഫ്രിഡ്ജിലൊക്കെ ആക്കി വെക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും എനിക്ക് പറ്റുന്നൊരു മിസ്റ്റേക്കാണ്. ഇതൊന്നും അപ്പൾക്കപ്പൾക്ക് എടുത്ത് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് ഞാനങ്ങട് മറന്നു പോകുള്ളൂ. പിന്നെ ഈ ഫ്രീസറിലും ഫ്രിഡ്ജിലൊക്കെ വെക്കുന്ന സാധനങ്ങൾ പറ്റേ തണുപ്പ് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കേട് വന്ന് പോകുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് ഓർമ്മ വെച്ചിട്ട് എടുക്കാറാണ് പതിവ്. പിന്നെ വേറെ ഒരുപാട് കാര്യങ്ങളിൽ പെട്ടുകൊണ്ട് കുറച്ചൊന്ന് വൈകിപ്പോയി. അപ്പോഴത്തേക്കും പപ്സിൻ്റെ പേസ്ട്രിയൊക്കെ ഷേപ്പൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് വേഗം ഫ്രീസറിൽ കയറ്റിയിട്ടുണ്ടേ. നമ്മൾ എത്ര കുറവ് നിൽക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആദ്യത്തെ ഒരു 3, 4 ദിവസം ഇൻഷാ അള്ളാ ഞാൻ ഇവിടെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്തേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ മാത്രമാട്ടോ അപ്പോൾ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഡ്രിങ്ക്സിൽ ഈ ജെല്ലി ചേർക്കുന്നുണ്ടല്ലോ, എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ ഈ ജെല്ലി. അതേപോലെ നമ്മുടെ ജൗവരി ഉണ്ടല്ലോ, അതൊക്കെ ചേർത്തിട്ട് ഓരോ ഡ്രിങ്ക്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇൻഷാ അള്ളാ ഇഫ്താറിൻ്റെ റെസിപ്പീസ് ആയിട്ട് വരാട്ടോ. ഒരുപാട് നല്ല നല്ല റെസിപ്പീസ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇൻഷാ അള്ളാ ഓരോന്നോരോന്നായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനൊരു മിസ്റ്റ് പെർഫ്യൂം മേടിച്ചിട്ടുണ്ടായിരുന്നേ. ഞാനങ്ങനെ മിസ്റ്റ് യൂസ് ചെയ്യുന്ന ഒരാളല്ല. പക്ഷേ ഈ ഒരു സ്മെല്ലുണ്ടല്ലോ അതെന്നെ അങ്ങോട്ട് ഇടിപ്പിച്ചതാണ് കേട്ടോ. ആകെ ഒറ്റ പീസേ ഉണ്ടായിരുന്നുള്ളൂ. വേഗം പോയിട്ടെടുത്തു. വിക്ടോറിയ സീക്രറ്റിൻ്റെ ലവ് സ്പെൽ പറഞ്ഞൊരു സംഭവമാണ് കേട്ടോ. അടിപൊളി മണാണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഓക്കെ ബൈ.